ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കണ്ടു തുടങ്ങാൻ പോകുന്നത് ഫ്രാങ്ക്ലി സ്പീക്കിങ്ങിന്റെ ബാലൻസ് എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നലെ പി എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അതൊക്കെ എന്തിനാ ചെയ്തത്, ഞാൻ എന്തിനാ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ആലോചിച്ച് തല ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന കീബേക്കിനെയാണ് കാണിക്കുന്നത്. ഇതേ സമയം വൂജു ആണെങ്കിൽ പി എന്നെ കണ്ടിട്ട് സോറി ചോദിച്ച് അവനോട് ഷോയിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ട് കാല് പിടിച്ച് ചോദിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം പി എന്നാണെങ്കിൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവന് മാനസികമായിട്ട് തകരാറൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. കീബേക്കിന്റെ ഓഫീസിലാണെങ്കിൽ അവന്റെ ബോസ് അവനെയും തപ്പി ദേഷ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഫ്രണ്ട് അവന് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത്, നീ ഏരിയയിലോട്ടേ വരണ്ട, ബോസ് നല്ല കലിപ്പിലാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് ജിഹു. ഇവരുടെ ചാനലിന്റെ മറ്റൊരു ബ്രാഞ്ചിലെ കിഡ്സിന്റെ ഒക്കെ ഷോ ആണ് ഇവൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിരിക്കുന്നത്. കീബേക്ക് ആണെങ്കിൽ ഈ മെസ്സേജ് വായിച്ച് പുറത്തൊരിടത്ത് നിൽക്കുമ്പോഴാണ് അവിടെ രണ്ട് കൊളീഗ്സ് വരുന്നത്. അവരവിടെ സ്മോക്ക് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കീബേക്കിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ സ്മോക്ക് ചെയ്യുന്നുണ്ടോന്ന്. അപ്പോഴാണ് മറ്റേ ആൾ പറയുന്നത്, നീ മറന്നുപോയോ, ഇവനിപ്പോ ആന്റി സ്മോക്കിംഗ് ക്യാമ്പയിൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇവൻ സ്മോക്ക് ചെയ്യത്തില്ല, കുറെ കാലമായി കാണുമല്ലോ നീ സ്മോക്ക് ഒക്കെ ചെയ്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ എടുത്തടിച്ച പോലെ ഇവന്റെ വായിന്ന് ഉള്ള സത്യം ഇങ്ങനെ തുറന്നു പറയുകയാണ്, ഞാൻ ഒരാഴ്ച പോലും ആയിട്ടില്ല സ്മോക്കിംഗ് നിർത്തിയിട്ടെന്ന്. ഇത് കേട്ട് നിൽക്കുന്ന അവർ രണ്ടുപേരും ഷോക്ക് ആകുമ്പോഴാണ് അതിലും വലിയ ഷോക്കില് നമ്മുടെ കീബേക്ക് നിൽക്കുന്നത്. കാരണം അവൻ മനസ്സിൽ പറഞ്ഞ കാര്യം അറിയാതെ പുറത്തു വന്നിരിക്കുകയാണ്. അവന്റെ കൊളീഗിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്മോക്കിന്റെ സ്മെല്ല് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് വെച്ചോ എന്ന് പറഞ്ഞ് സ്മോക്കിന്റെ സ്മെല്ല് മാറാനുള്ള ഒരു സാധനം കൊടുക്കാണ്. ഇവരും ഷോക്കായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ സ്വന്തമായിട്ട് അയ്യോ എല്ലാം തൊലഞ്ഞ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ അവൻ അകത്തേക്ക് പോകുമ്പോഴാണ് അവൻ എപ്പോഴും പണി കൊടുക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാള് അവിടെ എത്തുന്നത്. എടാ നീ എന്റെ ജോലി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴേ അപ്പോഴേ അവൻ തിരിച്ച് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റാത്ത ഹാർഡായിട്ടുള്ള പണികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എല്ലാ സിമ്പിൾ കാര്യം സ്വന്തമായിട്ട് ചെയ്ത് എല്ലാ ക്രെഡിറ്റും അങ്ങ് അടിച്ചെടുക്കാനും വേണ്ടി നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ വായിന്ന് വീണ്ടും സത്യം വരുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടുന്ന് ഓടിപ്പോകുന്നത്. അപ്പൊ വീണ്ടും വേറൊരു പെണ്ണ് അവന് വീണ്ടും പണി കൊടുക്കാൻ വരികയാണ്. അങ്ങനെ അവരെയും അവിടെ വെച്ച് കുറെ വഴക്കൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടി പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കീബേക്കിന്റെ ഫാമിലിയാണ്. കീബേക്കിന്റെ അച്ഛനും അമ്മയും ഇവന്റെ രണ്ട് അനിയന്മാരും, ഇവരിത്രയും പേരുമാണ് ആ വീട്ടിലുള്ളത്. കീബേക്കിന്റെ അമ്മ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റിന്റെ സെയിലൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. കീബേക്കിന്റെയും പി എന്റെയും ഈ ഒരു ഫൈറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഒക്കെ ഫോണിൽ നമ്മുടെ കീബേക്കിന്റെ അനിയൻ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഷോക്ക് ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കീബേക്ക് ഒരെടുത്തിരിക്കുമ്പോൾ അവന്റെ ഫോണിൽ വൂജു കോൾ ചെയ്യുന്നതാണ്. പക്ഷെ അവനാണെങ്കിൽ കോള് കട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വൂജു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്റെ കോൾ എടുക്കാത്തേന്ന്, എനിക്കിപ്പോ ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വൂജു അവനെ പി എന്നെ കാണാനും വേണ്ടിട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവളുടെ കൂടെ ചെന്ന് പി എന്നെ ഷോയിലേക്ക് തിരിച്ചു വിളിക്കാനും വേണ്ടിട്ട് പറയുന്നുണ്ട്. അവള് കുറെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കീബേക്ക് അതിന് സമ്മതിക്കുന്നതേ ഇല്ല. അടുത്ത രംഗത്തില് നമ്മുടെ കീബേക്ക് ബോസിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. ബോസ് ആണെങ്കിൽ അവനെ വാ തുറന്നു കഴിഞ്ഞാൽ വഴക്ക് മാത്രമല്ലാതെ ഒന്നും തന്നെ പറയുന്നില്ല. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, നിന്നിൽ നിന്ന് ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒന്നും തന്നെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കീബേക്ക് ഇവിടെ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്യുന്നത്. അവന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് ഫിക്സ് ചെയ്യാനും മനസ്സിൽ നമ്മുടെ എസ്പയുടെ നെക്സ്റ്റ് ലെവൽ സോങ് വരെ പാടുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് ഒന്നും തന്നെ പറയാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അവൻ. രാത്രിയിൽ ഇവൻ വീട്ടിലേക്ക് പോകുന്ന സമയമാണ് പെട്ടെന്ന് കുറെ പെമ്പിള്ളേര് വന്നിട്ട്, നീയല്ലേടാ സോങ് കീബേക്ക്, നീ ഞങ്ങളുടെ പി എന്നെ എന്തുവാണ് ചെയ്തത്, അവന്റെ അടുത്ത് സോറി ചോദിച്ചോണെന്ന് പറഞ്ഞ് അവനെ എടുത്തിട്ട് ഇടിക്കാൻ പോവാണ്. ഇതെല്ലാം പി എന്റെ ഫാൻ ഗേൾസ് ആണ്. അങ്ങനെ ഇവരെല്ലാരും കൂടെ അവനെ എടുത്തിട്ടിരിക്കാൻ വേണ്ടി ഓടുന്നുണ്ടെങ്കിലും ഒരു വിധത്തില് കഷ്ടിച്ച് അവൻ രക്ഷപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ വൂജുവും സങ്കടത്തിലിരിക്കുകയാണ്. കാരണം അവള് പി എന്റെ ഏജൻസിയുടെ ഫ്രണ്ടില് 2 മണിക്കൂറും അവന്റെ വീട്ടിന്റെ ഫ്രണ്ടില് 3 മണിക്കൂറും വെയിറ്റ് ചെയ്ത് അങ്ങനെ ടോട്ടൽ 5 മണിക്കൂർ അവനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് കളഞ്ഞിട്ട് ഇതുവരെയും അവനെ കാണാനും സംസാരിക്കാനും പറ്റിയില്ല. ആക്ച്വലി കീബേക്ക് ചെയ്തതിനോട് അവളെ എതിർപ്പൊന്നുമില്ല. കാരണം പി എൻ അവന്റെ കൊളീഗ്സിനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നതൊക്കെ അവക്കും അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ ഇവരുടെ ഷോ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ ഇവര് നല്ല രീതിയിൽ സങ്കടത്തിലിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കീബേക്ക് ഒരു മാസ്ക് ഒക്കെ ഇട്ട് ഒരു നോട്ടുമായിട്ട് അവന്റെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അമ്മയുടെ കയ്യിൽ ആ ഒരു നോട്ട് കൊടുക്കുമ്പോൾ അമ്മ അത് വായിക്കുന്നുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്നെ ഇന്ന് ഇവിടെ താമസിപ്പിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവരും അവന് കിടക്കാനായിട്ട് സ്റ്റോർ റൂം കൊടുക്കുകയാണ്. അവൻ ആ റൂമിൽ ഇരിക്കുമ്പോൾ പുറത്ത് അവർ സംസാരിക്കുന്നതൊക്കെ അവന് കേൾക്കുന്നുണ്ട്. അവന്റെ ഏറ്റവും ഇളയ അനിയൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്. അവൻ പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് അവൻ പൈസ തരേണ്ട ദിവസമായിരുന്നു, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് അവന്റെ നിന്ന് കുറച്ച് പൈസയൊക്കെ മേടിക്കാം എങ്ങനെയെങ്കിലും എന്ന് അമ്മയും പറയുന്നുണ്ട്. ഇവന്റെ ഒരു അനിയനാണെങ്കിൽ വന്നിട്ട് ആ കതവ് തുറന്ന് നോക്കുമ്പോൾ അവനവിടെ അടുത്തിരിക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ ആ മാസ്ക് ഊരുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ അടിയിൽ ടേപ്പ് വെച്ച് വാ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി അത് ഊരുന്നത് അമ്മ. അച്ഛനും പറയാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നീ സമാധാനപ്പെട്, നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ ദേഷ്യപ്പെടുകയാണ്. എനിക്ക് നിങ്ങൾ ആരും ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് അത്യാവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്നോട് ഇങ്ങനെ ബിഹേവ്
ചെയ്യുന്നത് എന്നെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. എന്നെ ഒന്ന് വെറുതെ വിടാവോ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചാലും നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഞാൻ തരുന്ന പൈസ മാത്രമാണ് നിങ്ങൾ കെയർ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമെന്നൊക്കെ അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അമ്മയും അത് തിരിച്ചൊട്ടിച്ചു കൊടുത്തിട്ട് ഇനി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഞങ്ങളെ ഒന്ന് കാണാൻ പോലും നീ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നിനക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ലാത്തോണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവന്റെ അനിയൻ ചോദിക്കുന്നുണ്ട്. ഇത്രയും വയസ്സുണ്ടായിട്ടും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ട് മാത്രം ട്രൈ ചെയ്യുന്ന നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് കീബയ്ക്കും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു വഴക്കിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അമ്മ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അവൻ ദേഷ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഊജുവിന് കോള് വരുന്നത്. കോള് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ഊജുവിന്റെ അടുത്തേക്ക് അവൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവളാണെങ്കിൽ അവളുടെ ഷോ പൊട്ടിപ്പോയതിന്റെ സങ്കടത്തിൽ കുടിച്ചിട്ടിരിക്കുന്നത്. അവളും പറയുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോ നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വെറുതെ ഒന്ന് ട്രൈ ചെയ്താ, എന്തായാലും നീ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവള് കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. നീ ആ പി എന്നെ വെറുതെ അടിക്കാൻ വേണ്ടി കൈ പൊക്കുക മാത്രമല്ല ഒരു 5-6 അടി അങ്ങ് അടിക്കേണ്ടതായിരുന്നു. അവൻ ഭയങ്കര സാധനമാ, വെറുതെ കൊളീഗ്സിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവളും ഇങ്ങനെ പയ്യെ സൈഡിലേക്ക് വീഴാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവനും പിടിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട് എവിടാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്നൊക്കെ പറയാണ്. പക്ഷെ അവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അവനും പോലീസിനെ വിളിച്ച് പറഞ്ഞിടാണ്. നെക്സ്റ്റ് ഈ ഷോ പൂട്ടിപ്പോയതിന്റെ സങ്കടത്തില് വൂജുവും ചായയും കൂടെ നിന്ന് സങ്കടപ്പെടുകയാണ്. ലാസ്റ്റ് എപ്പിസോഡ് പോലും ഇറക്കാൻ കഴിയാതെ നമ്മുടെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പൊ പൂട്ടിപ്പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവര് നടക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ജിയോങ് അവരെ കാണുന്നത്. ഇവരെല്ലാം ഒരേ ചാനലിന്റെ തന്നെ പല പല ബ്രാഞ്ചുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ കമ്പനിയിൽ വെച്ച് തന്നെയാണ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതും ഇവരെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ചാൻസും കൂടുന്നതും. ഇവരിങ്ങനെ സങ്കടത്തിൽ പോകുന്ന കാണുമ്പോൾ നമ്മുടെ ജിയോങ് അടുത്ത് നിൽക്കുന്ന ചെറുക്കനോട് ചോദിക്കുന്നുണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടത്തിലെന്ന്. അപ്പോഴാണ് അവനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ. അവരുടെ ഫസ്റ്റ് ഷോ ആണ് ഇപ്പൊ പൂട്ടിപ്പോയിരിക്കുന്നത്, ചിലപ്പോൾ ഇവർക്ക് ഇനി അടുത്തൊരു ചാൻസ് കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് പറയാണ്. പിന്നീട് ബോസ് നമ്മുടെ കീബേക്കിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. നീ മെയിൻ ആങ്കർ ആവാനും വേണ്ടിയിട്ട് ഈ ന്യൂസ് വിടാനും വേണ്ടിയിട്ട് എന്തായാലും തീരുമാനിച്ചല്ലേ, അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഞാൻ കുറെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നീ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവനൊരു ജോലി കൊടുക്കുകയാണ്. എന്തായാലും നീ ഒരു വലിയ ബ്രേക്ക് എടുക്കുമല്ലേ, ബ്രാൻഡ് അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യാനിരുന്ന ആങ്കറിന് കാർ ആക്സിഡന്റ് പറ്റി, അതുകൊണ്ട് നീ അത് ഹോസ്റ്റ് ചെയ്യണം. നിനക്ക് കിട്ടുന്ന ഈ വലിയ ബ്രേക്കിന്റെ ഇടയിൽ നീ ഇതും ചെയ്യണം. പിന്നെ നിന്റെ തലച്ചോറിനെ ഒന്ന് ഫ്രഷ് ആക്കുക കൂടി വേണം. നിന്റെ തലച്ചോറ് എന്തായാലും ഇപ്പൊ നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നീ ആ ബ്രേക്കിന്റെ ഇടയിൽ ഓരോന്ന് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഈ ബ്രേക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കീബിക്കിന് കലി വരികയാണ്. എനിക്ക് ബ്രേക്ക് തന്നിട്ട് അതിന്റെ ഇടയിലൂടെ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനേ നിങ്ങൾ ട്രൈ ചെയ്യുന്നല്ലോ. പിന്നെ നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ സോക്സിനകത്തുനിന്ന് എത്രമാത്രം സ്മെല്ലാ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ചായയും പൂജവും കയറി വരുന്നത്. കീബേക്കും പറയാണ്, എനിക്കറിയാം ഇത് നല്ല സമയമല്ല എന്ന്, പക്ഷെ എന്തായാലും എനിക്ക് ഓഡീഷന് പങ്കെടുത്തേ പറ്റത്തുള്ളൂ, മെയിൻ ന്യൂസ് ആങ്കർ ആവണം എന്ന് പറയാണ്. ഇത് കേട്ട് ബോസും ചോദിക്കാണ്, എന്തോ മെയിൻ ന്യൂസ് ആങ്കറോ, അതിനകത്തൊന്ന് നിന്റെ പേരൊക്കെ എടുത്തു മാറ്റിയിട്ട് കുറെ കാലമായി എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ കീബേക്കും ഷോക്കായിട്ട്, ആഹാ അത്രയ്ക്കാവോ, നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഊജുവും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, എടാ നീ എന്തോ പറയുന്ന, പാഠം പഠിപ്പിക്കുന്നോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാണ്. പെട്ടെന്ന് തന്നെ അവന്റെ ബോസും, എന്തോ നീ പറഞ്ഞ എന്നെ പാഠം പഠിപ്പിക്കുമെന്നോ, നീ പറയടാ, ബാക്കിയും കൂടെ പറയടാ, നീ എന്ത് ധൈര്യത്തിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ കൂടുതലൊന്നും പറയാതെ ഒരു സോറി ചോദിച്ചിട്ട് കീബേക്ക് അവിടെ നിന്ന് പോവുകയാണ് നോർമലായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ബോസും, എന്തോ ഇവിടെ നടക്കുന്നത്, ഇവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, ഇവൻ എന്തോ കാര്യമായിട്ട് തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ വൂജു കീബേക്കിനോട് താങ്ക്സ് പറയുന്നുണ്ട് വീട്ടിലെത്തിച്ചതിന്. പിന്നീട് അവനോടും ഷോക്ക് അടിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ കാണിച്ചോ എന്നാണ് ചോദിക്കുന്നത് അവള്. നമുക്കെന്തായാലും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞ് അവന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നതേ ഇല്ല. കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്, എന്റെ കാര്യത്തില് എന്തെങ്കിലും പ്രശ്നം വരുമെന്നും പറയാണ്. പക്ഷെ ഇവളാണെങ്കിൽ അന്ന് അവരുടെ കൂടെ ഡേറ്റിന് പോയ വ്യക്തി ഒരു ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് നമ്മുടെ കീബേക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അതും ഡ്യൂട്ടി ടൈമിലല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ലഞ്ച് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറിനെ കണ്ടതിന് ശേഷം തിരിച്ചെത്തി വീട്ടിൽ സ്ട്രെസ് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, മറ്റൊന്നും തന്നെ അല്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവാർഡ് സെറമണിയുടെ അന്ന് വരെ പുറത്തേക്കൊന്നും പോകാതെ അവൻ സ്വയം അവനെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനെയും മിങ്കുനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളൊക്കെ മറ്റൊരു ഓഫീസിലേക്ക് മാറ്റാണ്. വൂജു ഒരു പുതിയ ഷോ പ്ലാൻ
പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ജിയോങ്ങിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് മിങ്കു പറയാണ്. പക്ഷേ ജിയോങ് അവനൊന്നും വേണ്ട, അവൻ അത്രയ്ക്ക് ഫണ്ണൊന്നും അല്ല എന്ന് പറയാണ്. ബോസിന്റെ ഫ്രണ്ടിൽ വെച്ച് ജിയോങ്ങിനെ അറിയാത്ത പോലെയാണ് അവൾ സംസാരിച്ചതെങ്കിലും ഇപ്പോ അവൾ സംസാരിക്കുന്നത് അവനെ അറിയാവുന്ന രീതിയിലാണ്. എനിക്കൊരു അവാർഡ് സെറമണിക്ക് പോകാനുണ്ട്, അപ്പൊ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് വൂജു പോകുമ്പോഴാണ് നിങ്ങൾ അവാർഡ് വല്ലതും വിൻ ചെയ്തോ എന്ന് മിങ്കു ചോദിക്കുന്നത്. ചിലപ്പോ ഞാൻ വിൻ ചെയ്തേക്കാം ഫ്യൂച്ചറിൽ. ഇപ്പൊ അവിടെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ കാണും, അപ്പൊ ഞാൻ അവരെയൊക്കെ ഒന്ന് പോയി ചൂണ്ടയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവളും പോവുകയാണ്. ഈ സെയിം അവാർഡ് ഫംഗ്ഷനിൽ തന്നെ ജിയോങ്ങും എത്തുന്നുണ്ട്. അവിടെ വെച്ച് അവനൊരു കോള് വരികയും അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വൂജു ഒരു പുതിയ ഷോ പ്ലാൻ ചെയ്യുന്ന കാര്യം. ഇപ്പൊ കാണിക്കുന്നത് കീബേക്കിനെയും ജിഹുവിനെയാണ്. ജിഹു അവനോട് പറയുന്നുണ്ട് ഈ ഒരു ഷോ നീ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ബോസ് നിനക്ക് ഒരു ചാൻസ് കൂടി തരുന്ന ലക്ഷണമുണ്ട്. നിനക്കൊന്നും പേടി തോന്നുന്നില്ലേ? എനിക്കിപ്പോ നല്ല ടെൻഷൻ ഉണ്ട് നിന്നെ പറ്റി ആലോചിച്ച് എന്നും പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ കീബേക്ക് ആണെങ്കിൽ എനിക്കോ പേടിയോ അതെന്തുവാന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ജിയോങ് വൂജുവിനെ കണ്ടിട്ട് അവളുമായിട്ട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. കുറെ കാലമായല്ലോ കണ്ടിട്ട് സുഖമാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവളും ഒരു ചെറിയ താല്പര്യമില്ലാത്ത രീതിയിൽ ശരിയാ എനിക്ക് സുഖം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അവിടെ മീര എത്തുകയാണ്. മീരയെ ജിയോങ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ വൂജുവിനോട് ചോദിക്കുന്നുണ്ട് അവര് ഞങ്ങളുടെ ജിയോങ്ങുമായിട്ട് നിങ്ങൾ ക്ലോസ് ആണോ എന്ന്. വൂജുവും അല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴാണ് നമ്മുടെ കീബേക്കിനെ കാണുന്നത്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവളും ചോദിക്കുമ്പോഴാണ് ഞാനാണ് ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ജിയോങ് നമ്മുടെ കീബേക്കിനെ കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. കീബേക്ക് നമ്മൾ കുറെ നാളായല്ലോ കണ്ടിട്ട്, ഞാൻ കേട്ടായിരുന്നു നീ ഒരു ന്യൂസ് ആങ്കർ ആണെന്ന്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ സുഖമാന്നൊക്കെ പറഞ്ഞ് അവനും അവിടുന്ന് പോവുകയാണ്. വൂജുവിനോട് സംസാരിക്കാനായിട്ട് ജിയോങ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവളും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവാർഡ് സെറമണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടക്കത്തിലൊക്കെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. കീബേക്ക് നല്ല രീതിയിൽ ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ പുറത്തു നിന്ന് ഒരാൾ പറയുന്നത് നിന്റെ ഫേസ് വളരെ ഡള്ളായിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇച്ചിരി പൗഡർ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ അവനെ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്ന പെങ്കൊച്ചാണെങ്കിൽ നല്ല രീതിയിൽ അവന്റെ തലക്കിട്ട് കുറെ കൊട്ടുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. അവൻ പറയാൻ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല അവന്റെ വായിന്ന് പുറത്തേക്ക് വരുന്നത്. അവൻ മനസ്സിൽ പറയുന്ന സംഭവങ്ങളെല്ലാം അവന്റെ വായിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവാർഡ് മേടിക്കാൻ എത്തുന്ന വിന്നേഴ്സിനെ പറ്റിയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് വിൻ ചെയ്യുന്ന ആളെ കാണിക്കുമ്പോഴാണ് ഇവനും പറയുന്നത് ഡ്രഗ് യൂസേജ് നാട്ടുകാർ പൊക്കിയതുകൊണ്ടാണ് അവൻ എല്ലാരും പഞ്ഞിക്കിട്ട് അവന്റെ അവസ്ഥ വളരെ മോശമായത്. അവന്റെ പൊസിഷൻ താഴെ പോകാനും അവൻ നാണം കെടാനും എല്ലാം കാരണം ഈ ഡ്രഗ് യൂസേജ് ആണെന്ന് ആ മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആ ആക്ടറിനും ദേഷ്യം വന്ന് അവനാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ കീബേക്കിനെ അടിച്ച് താഴെ ഇടുകയാണ്. അവന് കണ്ണു തുറന്ന് നോക്കുമ്പോ അടുത്ത് നിൽക്കുന്നത് അവന്റെ ബോസ് ആണ്. ബോസ് അവനെ എടുത്തിട്ട് അലക്കി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അമ്മയും അച്ഛനും അനിയന്മാരും കൂടെ സൈഡിലൂടെ വന്ന് അവനെ വഴക്ക് പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് പൈസ ചോദിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവന് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് അവൻ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയതാണെന്നും പൂളിലാണെന്നും മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനെ ഒരു ഷാർക്ക് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നതായിട്ടും പിന്നീട് ആ ഷാർക്ക് വൂജുവായി മാറുന്നതും കാണിക്കുന്നുണ്ട്. ബോസ് അവനെ വഴക്ക് പറയുന്നത് മുതല് വൂജു ഷാർക്കായി മാറുന്നത് വരെ അവന്റെ ഇമാജിനേഷൻ ആയിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ അവനും ഉറക്കത്തിൽ എണ്ണീറ്റ് മനസ്സിലാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൂജുവും ചായും പിന്നെ അവരുടെ കൂടെ വേറൊരു കൊച്ചു ചെറുക്കനും കൂടിയുണ്ട്. ഇവര് നടന്നു വരുമ്പോ ജിയോങ് ഒരു കാറുമായിട്ട് എത്തുകയാണ്. വൂജുവിനെ കണ്ടുകൊണ്ട് അവനും അടുത്തേക്ക് വരുമ്പോ ചായയെയും ആ കുട്ടിയെയും അവൾ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ജിയോങ് പറയാണ് നിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു ഹെയർ സലൂൺ ഇല്ലേ, അവിടേക്ക് വന്നതാ, അപ്പൊ ഞാൻ നിന്നെ കണ്ടതാണെന്നും പറയാണ്. അവളും പറയാണ് എനിക്ക് നിന്നോട് താല്പര്യമില്ല സംസാരിക്കാനായിട്ട്, അവർ രണ്ടുപേരും ഞാൻ അയച്ചത് ഇത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് പറയുമ്പോ നിങ്ങൾ നാണം കെടും, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് അവളും അവിടുന്ന് പോകുന്നുണ്ട്. അവനും പിന്നീട് കാറിലേക്ക് ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആവാത്തത്. കുറച്ചു മുമ്പേ അവൾ സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതിന് പകരം ആ കാർ സ്റ്റാർട്ട് ആവാതിരിക്കുന്നത് വൂജു കാണുമ്പോഴാണ് അവന് കൂടുതൽ നാണക്കേടാവുന്നത്. ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൂജുവിന്റെ എക്സ് ആണ് ജിയോങ്. ഇപ്പൊ നമ്മളെ ഒരു പഴയ രംഗം കാണിക്കാണ്. നമ്മുടെ വൂജുവും ജിയോങ്ങും ഡേറ്റ് ചെയ്തിരുന്ന കാലത്തില് ഒരു രംഗം. കാർ പുതിയതായിട്ട് വാങ്ങുമ്പോ ഇവർ രണ്ടുപേരും സന്തോഷത്തില് ആ കാറിനൊരു പേരൊക്കെ ഇട്ടിട്ട് അതിനകത്ത് സന്തോഷത്തില് ട്രാവൽ ചെയ്ത കുറച്ച് നിമിഷങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പൊ കാണിക്കുന്നത് കീബേക്കിനെയാണ്. കീബേക്കിനോട് ഡോക്ടർ വിളിച്ച് പറഞ്ഞിരുന്നു നിന്റെ റിപ്പോർട്ടൊക്കെ എത്തി, നിന്റെ ബ്രെയിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമാണ് നിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആകുന്നത്. ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷെ നിന്റെ ജീവന് ഇതൊന്നും പ്രശ്നമല്ല, അതുകൊണ്ട് നീ സ്വയം ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പറയാണ്. ഈ സമയം കീബേക്കിന് ഒരു കോള് വരുന്നുണ്ട്. അതവന്റെ ഒരു ഫ്രണ്ട് ആണ്, വെറും ഫ്രണ്ട് അല്ല, അവനിപ്പോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റും അവൻ ഡ്രൈവ് ചെയ്യുന്ന കാറും ആ ഫ്രണ്ടിന്റെ ആണ്. അപ്പാർട്ട്മെന്റിൽ നിന്നും എത്രയും വേഗം മാറി താമസിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് കേട്ട് കീബേക്കും ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ കാരണമൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൂജു അവളുടെ പുതിയ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സൈറ്റ് ഒക്കെ തപ്പി പോവുകയാണ്. ഇവള് പോകുന്ന ഈ സെയിം സ്ഥലത്ത് തന്നെ മീൻ പിടിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ജിഹുവിന്റെ കൂടെ എത്തിയിരിക്കുകയാണ് കീബേക്കും. കുറെ നേരമായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും ഒരു മീനിനെ പോലും കിട്ടാത്തതുകൊണ്ട് കീബേക്കിന് ബോർ
പേടിച്ചിട്ട് അവനൊന്ന് നടക്കാനും വേണ്ടിയിട്ട് ഇറങ്ങാണ് പുറത്തേക്ക്. ഈ സമയം ജിഹുവിന് അവന്റെ വൈഫിന്റെ ഒരു കോൾ വരുന്നുണ്ട്. അവരുടെ മകളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനും അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയാണ്. നമ്മുടെ കീബയ്ക്കാണെങ്കിൽ കുറച്ച് കല്ലിന്റെ മണ്ടയിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. അവനും അതിന്റെ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറിയിട്ട് കൂവുന്നുണ്ട് അവന്റെ സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യാനായി വേണ്ടിയിട്ട്. എന്നിട്ട് അവനിൽ നിന്ന് സങ്കടപ്പെടുകയാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇപ്പൊ ഇങ്ങനെ ആവാനും വേണ്ടിയിട്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് താഴെ നിൽക്കുന്ന നമ്മുടെ വൂജു കാണുകയാണ്. വൂജു കണ്ടിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളൊന്നും ചെയ്യല്ലേ സോങ്കീബെക്, നീ ഒന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കൂവുന്നുണ്ട്. ഇത് കണ്ടിട്ട് കീബയ്ക്ക് വന്തം വിട്ടിട്ട് അവളുടെ അടുത്ത് ഇങ്ങോട്ട് കയറി വരരുതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങോട്ട് തന്നെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം, നീ വെറുതെ കടുങ്കയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവനാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരരുത്, എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് അവൻ ബാക്കിലോട്ട് നീങ്ങി അവസാനം അവൻ താഴേക്ക് പോവുകയാണ്. അവളാണെങ്കിൽ അവനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവളും താഴേക്ക് ആ വെള്ളത്തിലേക്ക് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വീഴുകയാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.